രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ച ഈ കേരളത്തിലെ എത്ര സ്ത്രീകൾക്കെതിരെ ബലാത്സംഗ കേസുകളുടെ പരാതി ഉണ്ടായിട്ടുണ്ട്, ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എത്ര സ്ത്രീകൾ ഈ പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിരിക്കുന്നതിൽ എത്ര കേസ്, അതിലെത്ര കേസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു? ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? സ്ത്രീക്കെതിരെ അതിനപ്പുറം ഇതിനകത്ത് എന്തുണ്ടെന്നാ ഞാൻ തിരിച്ചു ചോദിക്കുക. ആ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ലാതെ വേറെ എന്താ തിരിച്ചുള്ളത് ഇതിനകത്തുള്ളത്? ശബരിമല പ്രശ്നം മറയ്ക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുൻപേ രാഹുലിനെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നു. അന്നാണ് പാർട്ടി അടക്കം രാഹുലിനെ മാറ്റി നിർത്തുകയൊക്കെ ആരോപണം ഉണ്ടായി. അത് ശബരിമലയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരുമല്ലേ. 26-ലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യത്തിനുള്ള അതിനുള്ള പിന്നണി ഗാനമാണിത്. ഇപ്പൊ തൽക്കാലം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പിന്നിൽ നടക്കുന്നതിന്റെ പേരിൽ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞുള്ള ഒരു സംരംഭം മാത്രം. ഞാൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇത് എന്റേതായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ. എനിക്കിപ്പോ എന്റേതായിട്ട് പറയാനുള്ളത് പിന്നെ നിയമ നടപടിയിലേക്ക് വരുമ്പോഴില്ല, അതപ്പം ഞാൻ പറയാം. അവിടെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. കൂടുതൽ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്റെ തത്സമയ പ്രക്ഷേപണമാണ് നിങ്ങൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.